PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് സോമനാഥ്. നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. രണ്ടാമത്തെ ചോദ്യം, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ലീലാതിലകം. മൂന്നാമത്തെ ചോദ്യം, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, വിപണനം. നാലാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റേത് ആണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ചൈന. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഉത്തരം ഓപ്ഷൻ ബി, പരിസ്ഥിതി. ആറാമത്തെ ചോദ്യം, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, മിതാലി രാജ്. ഏഴാമത്തെ ചോദ്യം, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദാമോദർ മൗസോ. എട്ടാമത്തെ ചോദ്യം, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, മീററ്റ്. ഒമ്പതാമത്തെ ചോദ്യം, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഫെബ്രുവരി 28. പത്താമത്തെ ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, 2021. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബ്രസീൽ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആനമുടി. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സംഭാർ തടാകം. 15ാമത്തെ ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, നർമ്മദ. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, റൂർക്കേല. 17ാമത്തെ ചോദ്യം, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഛത്തീസ്ഗഡ്. 18ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സാദിയ, ധൂബ്രി. 19ാമത്തെ ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹൈദരാബാദ്. 20ാമത്തെ ചോദ്യം,
നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 21ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ബംഗാളി ഭാഷയിൽ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, അത് ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാർദാഹമല്ല, അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2005. 25ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. 29ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വത്തവകാശം. 30ാമത്തെ ചോദ്യം, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 22. 31ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സംബാദ് കൗമുദി. 32ാമത്തെ ചോദ്യം, 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ. 33ാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭയെന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭയെന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. 34ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. 35ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല. 37ാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. 38ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം
പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 39ാമത് ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇടനാട്. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. 41ാമത്തെ ചോദ്യം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടു കായൽ. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 43ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെമ്പഴന്തി. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി NW3. 45ാമത്തെ ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി പാർവതി ബായ്. 46ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 47ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. 49ാമത്തെ ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. 50ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 51ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1957. 52ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. 53ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മീററ്റ്. 54ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓണം. 55ാമത്തെ ചോദ്യം, വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി തുലാവർഷം. 56ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വതന്ത്ര സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വതന്ത്ര സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി അംശി നാരായണപിള്ള. 57-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ. 58-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. 59-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ എ 1861. 60-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 61-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ക്ഷയവും ചിക്കൻ ബോക്സുമാണ് 1ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി. 62-ാമത്തെ ചോദ്യം, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ഉത്തരം ഓപ്ഷൻ സി കോമ്പല്ല്. 63-ാമത്തെ ചോദ്യം, ലിംഗാധിഷ്ഠിത അക്രമ അഥവാ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഭൂമിക. 64-ാമത്തെ ചോദ്യം, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി. 65-ാമത്തെ ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ. 66-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതാണ്? നെല്ലിൻ്റെ സങ്കര ഇനങ്ങളിൽ അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 2ഉം 4ഉം അനാമിക, അർക്ക. 67-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആന്തോസയാനിൻ. 68-ാമത്തെ ചോദ്യം, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന് ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. 69-ാമത്തെ ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കാസർഗോഡ്. 70-ാമത്തെ ചോദ്യം, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1984. 71-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 72-ാമത്തെ ചോദ്യം, അപദ്രവങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അപദ്രവങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. 73-ാമത്തെ ചോദ്യം, റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാ? റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലാന്തനോയിഡ്സുകൾ. 74-ാമത്തെ ചോദ്യം, ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി D2O. 75-ാമത്തെ ചോദ്യം, ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോംഫെനിക്കോൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്. 76-ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സംവഹനം. 77-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി മണ്ണെണ്ണ. 78ാമത് ചോദ്യം, ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മംഗൾയാൻ. 79ാമത് ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ അപവർത്തനം. 80ാമത് ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണം. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി കബനി. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മി ബായ്. മൂന്നാമത്തെ ചോദ്യം, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ദ്വിതീയ മേഖല. നാലാമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി. ആറാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ. ഏഴാമത്തെ ചോദ്യം, ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. എട്ടാമത്തെ ചോദ്യം, പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ തീരം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 2015 ജനുവരി 1. പത്താമത്തെ ചോദ്യം, നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം. 11ാമത് ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. 12ാമത് ചോദ്യം, ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. 13ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹരിത വിപ്ലവം. 14ാമത് ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം ഓപ്ഷൻ സി 2403 അടി. 15ാമത് ചോദ്യം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലോക്പാൽ. 16ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഖരം. 17ാമത്തെ ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്?
ഉത്തരം ഓപ്ഷൻ സി 2012. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആസാം. 19ാമത്തെ ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ജാതിക്കുമ്മി. 20ാമത് ചോദ്യം, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 21ാമത് ചോദ്യം, പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏവ? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം ഓപ്ഷൻ സി സാർക്കോമിയർ. 22ാമത് ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൈമോസിൻ. 23ാമത് ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഉത്തരം ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. 24ാമത്തെ ചോദ്യം, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കാർൽ ലിനേയസ്. 25ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏവ? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. 26ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞത്. 27ാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഫെർമി. 28ാമത് ചോദ്യം, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. 29ാമത് ചോദ്യം, സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. 30ാമത് ചോദ്യം, ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? തന്നിരിക്കുന്നത് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 31ാമത് ചോദ്യം, ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കീബോർഡ്. 32ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റാം, റാൻഡം ആക്സസ് മെമ്മറി. 33ാമത് ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. 34ാമത് ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. 35ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ URLന് പൂർണ്ണരൂപം എന്താണ്? താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36ാമത് ചോദ്യം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. 37ാമത് ചോദ്യം, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും
തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. 38ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. 39ാമത് ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. 40ാമത് ചോദ്യം, 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ സി 7ാം ഭേദഗതിയിലൂടെ. 41ാമത് ചോദ്യം, സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇ മുഹമ്മദ്. 42ാമത് ചോദ്യം, 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പി.വി. സിന്ധു. 43ാമത് ചോദ്യം, ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആരാണ്? ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി പി.ജെ. ആൻ്റണി. 44ാമത് ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. 45ാമത് ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. 46ാമത് ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക. 47ാമത് ചോദ്യം, കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. 48ാമത് ചോദ്യം, എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 17ാമത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 49ാമത് ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി വിക്രം. 50ാമത് ചോദ്യം, 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കെ രാജു. എന്നാൽ ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനാണ്. ആദ്യത്തെ ചോദ്യം, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പഞ്ചാബ്. 2ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. 2. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. അത് തെറ്റാണ്. എറിത്രോസൈറ്റ്സ് എന്നത് ചുവന്ന രക്താണുക്കളാണ്, അതായത് RBC. 3. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. 4. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അത് തെറ്റാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. 3ാമത്തെ ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ
ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ക്രിക്കറ്റ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മണിപ്പൂർ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. ആറാമത്തെ ചോദ്യം, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഉത്തരം ഓപ്ഷൻ സി KV റാബിയ. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി പട്ടം താണുപിള്ള. എട്ടാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. ഒൻപതാമത്തെ ചോദ്യം, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. പത്താമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രം ആട്ടം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 12ാമത്തെ ചോദ്യം, ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജലവാസ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ദ്രാസ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ സി ലഡാക്ക്. 14ാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി നേപ്പാൾ. 15ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അലഹബാദ് മുതൽ ഹാൽദിയ വരെ. 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കർണാടക. 17ാമത്തെ ചോദ്യം, ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെൽവേലിയിൽ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ജാറിയ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. 20ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ്? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി റോഹ മുതൽ മംഗലാപുരം വരെ. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. 1 ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് ശരിയാണ്. 2 റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, അത് തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ. 3 ന്യായവാർദാഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. 4ഉം ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? 1 ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അത് ശരിയാണ്. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 4 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, അതും ഉൾപ്പെടുന്നില്ല. ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ഉൾപ്പെടാത്തത്.
23-ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. അത് തെറ്റാണ്. ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഗീതമാണ് വന്ദേമാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതും തെറ്റാണ്. ദേശ് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. അതും തെറ്റാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 24-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തെറ്റാണ്. 86-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്. 2. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 25-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? 1. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. അത് ശരിയാണ്. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം. 3. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അതും ശരിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. അത് ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണ്. അത് തെറ്റാണ്. ഏറ്റവും ഉയർന്ന അളവ് 6300 × 4200 മില്ലിമീറ്റർ ആണ്. 4. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 ശരിയായിട്ടുള്ളത്. 27-ാമത്തെ ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? 1. ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. അത് തെറ്റാണ്. ഭാരത ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ ശീർഷകം. 2. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. അത് ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അതും തെറ്റാണ്. 24 ജനുവരി 1950 ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 4. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷത്തിൽ INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അതും തെറ്റാണ്. 1911 INCയുടെ കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 ശരിയല്ലാത്തത്. 28-ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ സുഷമ്മ സിംഗ്, ദീപക് സന്ധു. 29-ാമത്തെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാണ്? 1. MKSS അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്.
ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളാണ്. അതും ശരിയാണ്. എല്ലാ ജോഡികളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 30ാമത് ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 26 ജനുവരി 1950. 1ാമത് ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 32ാമത് ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. 33ാമത് ചോദ്യം, സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. 34ാമത് ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. 1. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 2. 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതും തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ ബന്ധമില്ലാത്ത ജോഡികളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തെറ്റായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 35ാമത് ചോദ്യം, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം. 36ാമത് ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏത്? 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. 37ാമത്തെ ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. 38ാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. 39ാമത് ചോദ്യം, ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏതാണ്? ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1948 ജനുവരി 30. 40ാമത് ചോദ്യം, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 41ാമത് ചോദ്യം, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 42ാമത് ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 43ാമത് ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 44ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡി തെരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അത് തെറ്റാണ്. 1921 നവംബർ 10 സംഭവം. 4. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന.
45-ാമത്തെ ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. 46-ാമത്തെ ചോദ്യം, സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. 47-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിൽ കണ്ടെത്തുക. താഴെ പറയുന്നവർ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്രപ്രവേശന വിളംബരം 1936 പാലിയം സത്യാഗ്രഹം 1947. 48-ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1946. 49-ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. 50-ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. 52-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. 53-ാമത്തെ ചോദ്യം, കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. 56-ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഭാരതപ്പുഴ, പാമ്പാറ്, ഭവാനി, പെരിയാറ്. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ പാമ്പാറും ഭവാനിയും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55-ാമത്തെ ചോദ്യം, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷം ഏതാണ്? ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. 56-ാമത്തെ ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പേരമ്പാടി ചുരം. 57-ാമത്തെ ചോദ്യം, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ. 58-ാമത്തെ ചോദ്യം, യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കുരുമുളക്. 59-ാമത്തെ ചോദ്യം, പൂർണ്ണമായ മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? പൂർണ്ണമായി മലയാളി ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 60-ാമത്തെ ചോദ്യം, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഹോക്കി. 61-ാമത്തെ ചോദ്യം, വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24. 62-ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ റെനെ ലെനക്. 63-ാമത്തെ ചോദ്യം, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആശ്വാസകിരൺ. 64-ാമത്തെ ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്കർവി. 65-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കോളറ.
ചിക്കൻ ബോക്സ് പകരുന്നത് വായുവിലൂടെയാണ്. മലമ്പനി കൊതുക് പരത്തുന്നതാണ്. 66-ാമത് ചോദ്യം, ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം താഴെ പറയുന്നവയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. 67-ാമത് ചോദ്യം, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ സി വെണ്ട. 68-ാമത് ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 69-ാമത് ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടക്കുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. 70-ാമത് ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. 71-ാമത് ചോദ്യം, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. 72-ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്, അത് ശരിയാണ്. സെക്യുനൽ ആന്റിസെപ്റ്റിക് ആണ്, അത് തെറ്റാണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 73-ാമത് ചോദ്യം, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 2n². 74-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്, അത് ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലീവ് ആണ്, അത് തെറ്റാണ്. മോസ്ലിയാണ്. 3, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു, അതും ശരിയാണ്. 4 തെറ്റാണ്. മാസിന്റെ ആരോഹണ ക്രമത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 75-ാമത് ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി -3. 76-ാമത് ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്ത്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ. 77-ാമത് ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ. 78-ാമത് ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വികിരണം. 79-ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? 1, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. അതൊക്കെ ദോലന ചലനമാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ക്രമാവർത്തന ചലനമാണ്, അതായത് പീരിയോഡിക് മോഷനാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. ഇതിൽ ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. 80-ാമത് ചോദ്യം, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1-ാമത്തേത് ഗ്ലാസ് ഷീറ്റ് ആണ്, 2-ാമത്തേത് കോൺവെക്സ് ലെൻസ് ആണ്, 3-ാമത്തേത് കോൺകേവ് ലെൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.